അമ്മമ്മ എന്താ അമ്മമ്മ ഒന്നും മിണ്ടാതെ നിൽക്കണേ? എന്താ മിണ്ടാതെ നിൽക്കുന്നിട്ട് നിനക്ക് പിടിക്കുന്നില്ലേ? അല്ല, സാധാരണ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാറില്ലല്ലോ. ഏത് നേരം എന്തെങ്കിലും കലവിലാന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കൂലേ? ഏത് നേരവും കലവിലാന്നോ? ഓ, എവള് വലിയ കുഴിപ്പള്ളക്കാരി ആയപ്പോഴേ ഇച്ചിരി നാക്കും മൂക്കൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ എൻ്റെ മാമി, നാക്കും മൂക്കും പണ്ടേ ഉണ്ട്. പിന്നെ കുഴിപ്പള്ളം ചെന്ന് കയറിയ ശേഷം ഒന്നും പറയാൻ വേണ്ട. എന്ത് പറയണ്ടെന്ന്? അതാണ് ഒന്നും പറയണ്ടെന്ന് പറയണത്. കയ്യിൽ നിന്ന് കാശിലാക്കണന് കൈയും കണക്കുമില്ല. പിന്നെ ഞാൻ ഒന്നും പറയാനൊന്നും പോകൂല. നോക്കിയും കണ്ട് ചിലവാക്കിയ കുടുംബത്തിൽ തന്നെ കൊള്ളാം. ഇപ്പോഴാണ് 10 ചക്കരം കൈ വന്ന് തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ ധാരാളത്ത് കാണി ചിലവാക്കി കഴിഞ്ഞാൽ നോക്കണണ്ട. എന്തോന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ പൈസ ചിലവാക്കാറുണ്ടോ? നീ മിണ്ടല്ലോ വെച്ചാ വേണ്ട. ശിവേണ്ട വേണ്ടാ എന്തുമാത്രം ഡ്രസ്സ് വാങ്ങുമെന്നറിയാം. പിന്നെ പാറൂനാണെങ്കിൽ ഒരു ദിവസം 3 ഡ്രസ്സ് വേണം. ഇല്ലടി നീലു? അതെ, മണിക്കൂറുടെ ഔട്ടാണ് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണം പാറു. അതാണ് ഡ്രസ്സ് വാങ്ങുന്നതിന് തന്നെ വലിയൊരു എമൗണ്ട് ആവും. പക്ഷെ അത് ലച്ചു പറയാൻ പിടിക്കൂല. അച്ഛൻ എന്തൊക്കെയാ പറയണത്? ആരെപ്പറ്റി ഈ പറയണേ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഡ്രസ്സ് വാങ്ങുന്ന കാര്യത്തിൽ ഭയങ്കര പൊടിപിടിപ്പാണ്. പിന്നെ ഫോണിന്റെ കവർ മാറ്റുന്നു, സ്ക്രീൻ കാർഡ് മാറ്റുന്നു, അത് മാറ്റുന്നു, ഇത് മാറ്റുന്നു, അവസാനം ഫോൺ മാറ്റുന്നു. അതാണ് അവസാനം ഫോണേ മാറ്റും. ഫോണേ മാറ്റുന്നു. മാമി, ഇവിടുത്തെ വാടക എത്രയെന്ന് അറിയാമോ? നീലുവാണ് കൊടുക്കണത്. എന്നിരുന്നാലും പൈസ ഇല്ല മാമി. പിന്നല്ലാതെ പിന്നെ കറണ്ടിന് എത്ര രൂപയെന്ന് അറിയാമോ? പിന്നെ യാത്രാ ചെലവ്. എല്ലാവരും ഓട്ടോ പിടിച്ചേ പോവുള്ളൂ. ഈ നീലുവാണെങ്കിൽ ഓഫീസിൽ പോയി ഇറങ്ങാൻ താമസിച്ചാൽ അപ്പം ഓട്ടോ പിടിക്കും. ലച്ചു ആണെങ്കിൽ കുഴിപ്പള്ളം വരെ എത്ര ദൂരം കിടക്കുന്ന അറിയാം. അവിടെ വരെ ഓട്ടോ പിടിച്ചേ പോവുള്ളൂ. എന്നെ പറയണേ? എടി കൊച്ചേ, നീ എന്തിനാ എപ്പോഴും ഓട്ടോ പിടിച്ചു വന്നത്? നിനക്ക് വല്ലപ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്തുകൂടായോ? അങ്ങനെ പറഞ്ഞു വിടുക മാമി. ഇതെന്തിനാ കറങ്ങി തിരിച്ച് എന്റെ തലേ വന്നത്? ഇവിടുത്തെ ചെലവുകളെ പറ്റി പറയാലോ വെച്ചേ. ഉണ്ടായില്ലേ എന്താ അമ്മൂമ്മ സംഘം അടുക്കളയിൽ ഒന്നിനെ അങ്ങോട്ട് കാണുന്നില്ല. ഇവിടെ ഭയങ്കര ചർച്ചയാണ് പൂപ്പ. എന്ത് ചർച്ച? മാമാതെ, ഈ അനാവശ്യ ചെലവുകൾ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളെ പറ്റി പറയായിരുന്നു. ഈ ലച്ചു ഇല്ലേ? പിന്നെ ഞാനാ? ഇവിടെ ചെലവിത്തിരി കൂടുതലാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ശ്രദ്ധിക്കാറുണ്ട്. ഈ ലച്ചുവാണ് ഏറ്റവും ചെലവ് കൂടും. അച്ഛനെ നേരെ കഴിച്ചോണ്ട് സംസാരിക്കുന്നോ? ഇവിടെ എല്ലാവർക്കും ഇത്തിരി കൈകാല നീട്ടം കൂടുതലാണ്. അതിന് കാരണക്കാരൻ ബാലുവാണ്. എല്ലാത്തിനും ഇച്ചിരി ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണിക്കണതിന്റെ കാര്യം. മാമ, ഞാൻ ഒരു നിഷ്കളങ്കനാണ് മാമ. ആര് എന്താണെന്ന് കണ്ട എനിക്ക് വാ തുറക്കാൻ പറ്റൂല. വായ തുറന്നാ പിന്നെ പറയേ വേണ്ട. കൊച്ചു പറയുന്നു. അമ്മ ഇവിടെ നിന്നാ ഇവിടെ എല്ലാത്തിനും അടിക്കാൻ മാത്രമേ അമ്മയ്ക്ക് നേരം ഉണ്ടാവുള്ളൂ. കൂടാതെ മാമി ഇവിടെ നിന്നാലേ ഈ അമിതമായ ചെലവുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിലുവിന്റെ. അല്ലേ നിലു? ഇതോ എടി, നീ എത്ര ചെലവാക്കണം വല്ല ബോധം ഉണ്ടാ? നല്ല ബോധമുണ്ട്. വര പറഞ്ഞ് ചെലവാക്കിയാ നാളെയും ചെലവാക്കാം. കേട്ടാ നീലു? കേട്ടാ ലച്ചേ? ഞാനേ ഇറങ്ങി പോണതാണ് നല്ലത്. അതെ മാമ, ഇവിടെ ഈ വരവ് ചെലവ് കണക്കുകളെ പറ്റി പറഞ്ഞാലേ ആർക്കും ഒന്നും പിടിക്കൂല. പ്രത്യേകിച്ച് നീലൂര്. എനിക്കാ നീയല്ലേ വരവ് ചെലവ് കണക്കുകളെ പറ്റി എപ്പോഴും സംസാരിക്കണത്. എന്റെ പൊന്നു ലച്ചു നീ. അച്ഛാ, ഞാൻ ഒന്നും ഇവിടെ ശരിയാവില്ല മാമാ. എവിടെ പോയി കിടന്നടേ? അവിടെ വിളിച്ചോണ്ടിരിക്കുന്നു. അവരെവിടെ? ആര്? നിന്റെ അമ്മൂമ്മ വരുന്നെന്ന്. ഒക്കെ എടുത്ത് വരാന്ത്? ഒക്കെ എടുത്ത് വരാൻ പാറക്കുട്ടിയാ. പക്ഷെ കാര്യങ്ങളൊക്കെ നൈസിൽ ഡീൽ ചെയ്യണ്ടേ? സംശയം വരുന്നല്ലോ. ഞാൻ അടക്കളല്ലേ ഈ അങ്ങും ഇങ്ങും തൊടാത്തൊരു സംസാരം ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവമൊക്കെ പൊളിയായിരുന്നു. പക്ഷെ അമ്മ അധികം മൈൻഡ് ചെയ്യാത്ത അച്ഛൻ രക്ഷപ്പെട്ടു. അവള് പൊട്ടി വട കടന്നു. നീ വിട്ടോ. ഓക്കെ. എന്താടാ ആൾക്കാരെ പറ്റിച്ച് എത്ര കാലം ഇങ്ങനെ ജീവിക്കു വെച്ചാ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞത്. ഓട്ടാ. നീ എവിടെ പോന്നടാ? അമ്മ നീ എവിടെ പോന്നു? ഞാന് ഫോൺ അകത്ത് മറന്നുപോയി. ഇപ്പൊ ഫോൺ എടുക്കാൻ പോണു. നീ എന്താടാ അവിടെ വന്നിരിക്കുന്നേ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? നല്ല കാറ്റ് മാമി. അവിടെ ഭയങ്കര ചൂട്. ചില സമയങ്ങളിൽ അവിടെ വന്ന് ഇങ്ങനെ കാറ്റുള്ളൂ. അത് ശരിയാ. ഇവിടെ നല്ല കാറ്റുണ്ടല്ലേ? എടാ, നമ്മുടെ വിഷ്ണുവിന്റെ കാര്യമേ എന്തെങ്കിലും തീരുമാനിക്കണ്ടേ? എന്ത് കാര്യം? എത്ര ബന്ധങ്ങൾ കൊണ്ടുവന്ന് ഞാൻ അവൾക്ക് ഇഷ്ടപ്പെടില്ല. തള്ളമോനെ കാര്യങ്ങൾ തീരുമാനിക്കണത്. അപ്പൊ അവളാണെങ്കിൽ അമ്മനാണെങ്കിൽ അവള് പറഞ്ഞ അപ്പുറം പോവേയില്ല. ഇത് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കല്ലേ. രണ്ടും കൂടെ എന്നെ പൊലിച്ചടുക്കും. പറഞ്ഞാ കേട്ടില്ലെങ്കിലേ നല്ല പെട വെച്ചു കൊടുക്കണം. പെട കൊടുക്കണം. അവൻ തിരിച്ചു തരും വേണമെങ്കിൽ. മാമി ഒരു കാര്യം ശ്രദ്ധിച്ചാ, വീട്ടിലെ വരവ് ചെലവ് കണക്കുകളെ പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ നീല ഒരു അക്ഷരം മിണ്ടിയാ. സാധാരണ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നേരത്തെ അവൾ തിരിച്ചു പറഞ്ഞാണ്. അവൾ മിണ്ടിയാ. അതെനിക്കും തോന്നിയടാ. മാമി, ഞാൻ ഒരു കാര്യം പറയട്ടെ. മാമിയുടെ കണ്ണിൽ ഞാൻ കള്ളനും മടിയനൊക്കെയാണ്. പക്ഷെ അത് തിരുത്താൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വിട്ടുതുറന്ന് പറയുകയും ചെയ്യും. എൻ്റെ ഉള്ളിൽ കള്ളമില്ല, പിള്ളയാണ്. എടാ, ഞാൻ നിന്നെ ഉഴപ്പനായിട്ടും മടിയനായിട്ടും ഒന്നും കണ്ടിട്ടില്ലടാ. എടാ, കൊച്ചുനാളി മുതലേ ഞാൻ നിന്നെ കാണുന്നതല്ലയോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഇങ്ങനൊക്കെ പറയുന്നേ. ഞാനേ നിന്നെ മരുമോനായിട്ടല്ല കണ്ടേക്കുന്നേ, എൻ്റെ മോനായിട്ടാ കണ്ടേക്കുന്നേ. അതെനിക്കറിയാം. ഞാൻ പൊടിയിലവിടെ വന്നതല്ലേ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് മാമി പറഞ്ഞു തരണം. പക്ഷെ ഇവിടുത്തെ ചിലവാണ് മാമി ചിലവ്. നാനാ വഴി കൂടെ പൈസ വരെയല്ലേ.
നാല് വഴിക്കൂടെയോ? പിന്നെ അല്ലാതെ മുടി തന്നെ 10 20,000 ശമ്പളമുണ്ട്. അവനാണെങ്കിൽ താടി വെട്ടാനോ മുടി വെട്ടാനോ ഉപയോഗിക്കില്ല. ആ കിട്ടിയ പാടാ 20,000 ഇവിടെ തള്ളേരെ കൈ കൊടുക്കും. പിന്നെ ലച്ചുവിന് പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞു പലചരക്കടയിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു 5,000 രൂപ ഇവിടെ കൊണ്ടു കൊടുക്കും. പോടാ അവിടുന്ന്, കള്ളം പറയാതെ. നിങ്ങളിത് പറഞ്ഞത് എത്ര? അല്ല മാമിക്ക് എത്ര ഞാൻ വിശ്വാസമാവില്ല. ഞാൻ തന്നെ എത്ര കൊടുക്കുന്നത്? ഞാൻ എത്ര കൊടുക്കുന്നത് അറിയാമോ? നീ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? നീ 50,000 ശമ്പളമുണ്ട്. അല്ല നിനക്കുള്ള എത്ര രൂപ ശമ്പളം ഉണ്ട്? എനിക്ക് കിട്ടണമൊക്കെ കിട്ടും. അല്ല അവൻ എന്തോന്നു എന്റെ ശമ്പളം അറിയണം മാമിക്ക് താല്പര്യം, വേറെ ഒന്നുമല്ല. ഞാൻ ഉള്ളത് ഉള്ള പങ്ക് ഞാൻ കൊടുക്കും. എടാ അത് എത്ര കൊടുക്കുമെന്നാ ഞാൻ ചോദിച്ചത് എന്നോട്. കൊടുക്കും, ചിലപ്പോൾ കൂടുതൽ കൊടുക്കും, കുറവ് കൊടുക്കും. അതിനാ കാര്യം. അത് എത്രയാണെന്ന് നീ പറയത്തില്ല? അയ്യോ ഞാൻ പറയില്ല. ഒരു മാമിയുടെ മോളുടെ പോയി ചോദിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് പറയല്ലേ. അതാണ് അവളെ എന്നെ നിർത്തി പൊരിച്ചളെ ഉള്ള കാര്യം ഞാൻ പറയാം. ആ മാമിയുടെ ചെലവുകള്. എന്റെ പൊന്നു പറ ഒന്ന് താഴെ ഇറങ്ങ്. എന്നെ കൊണ്ട് എടുക്കാനുള്ള ആവതില്ല. ഇറങ്ങി ഇറങ്ങടി, ഇറങ്ങ്. ഇതെന്തോന്ന് ഒന്ന് തോളില് ഒന്ന് ചവില്ല എവിടെ പോണത്? അല്ല നിങ്ങളെന്നെ ഇവിടെ ചുമ്മാ നയിക്കുന്നു. ആ ഏറ്റവും ചുമ്മാ നിന്നാലും ചെലവ് വരുന്നു. അച്ഛൻ എന്തോന്ന് വെച്ചാ ഒരു മാസം എത്ര ഡ്രസ് എടുക്കുമെന്ന് പറഞ്ഞു ശിവ? ഈ മാസം ഇപ്പൊ 2 ചുരിദാർ എടുത്തു, പിന്നെ പാറുവിനൊരു ഫ്രോക്ക് എടുത്തു. അത് കഴിഞ്ഞ മാസം മേടിക്കാത്തോണ്ടാണ്. അപ്പൊ മാസാമാസം ഡ്രസ് മേടിക്കുവോ? ആ മാസാമാസം 2 ജോഡി കൂടുതലും വാങ്ങിക്കോളൂ. എന്റെ ദൈവം തമ്പുരാനെ, എന്റെ പൈസ വേണോ പോക്കെ? അച്ഛന്റെ പൈസയാ? എന്റെ പൈസ പോകുമല്ലോ. എന്തായാലും എല്ലാം കൊള്ളാം. ഞാൻ ദാ വരുന്നു. മാങ്ങയുടെ പോണ്. ഞാൻ ദാ ഇപ്പൊ വരാം. ആ അച്ഛാ അച്ഛനെന്താ പ്രശ്നം? ലച്ചിലൂടെ സംസാരിക്കാൻ നിന്നാലേ ചെലവാണ്.